വെൽക്കം. തൈമനാണ്. നെർവസ് സിസ്റ്റം അനാറ്റമി ആൻഡ് ഫിസിയോളജി. ഈ വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സെറിബെല്ലത്തെ കുറിച്ചിട്ടാണ്. ബ്രെയിനിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഭാഗമാണ് പാർട്ട് ഈ സെറിബെല്ലം. ഇതാണ് നമ്മൾ ഈ പറയുന്ന സെറിബെല്ലം. ഇത് മൊത്തം സെറിബ്രമാണ്. സോ അടിയിലിരിക്കുന്ന ഈ ഭാഗമാണ് സെറിബെല്ലം. ആൻഡ് ഏകദേശം ഒരു 150 ഗ്രാം 150 ഗ്രാം ആണ് ഇതിൻ്റെ തൂക്കം വരിക. ആൻഡ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് വെച്ചാൽ മസിൽ ടോൺ മെയിൻറ്റെയിൻ ചെയ്യുക, അപ്പോൾ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക, പോസ്റ്റർ. സോ ഇക്വിലിബ്രിയം, ശരീരത്തിൻ്റെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുക, ഇതാണ് ഇവയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അപ്പം ഇനി സെറിബെല്ലത്തിൻ്റെ ലൊക്കേഷൻ സെറിബെല്ലം ഈസ് പാർട്ട് ഓഫ് ഹൈൻഡ് ബ്രെയിൻ്റെ ഭാഗമാണ്. അപ്പോൾ മെറ്റാ എൻസെഫലോണിൻ്റെ ഭാഗമാണ്. സോ സെറിബെല്ലം ഇരിക്കുന്നത് പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസയിലാണ് സെറിബെല്ലം ഇരിക്കുക. സോ ഇവിടെയാണ് പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസ ഉള്ളത്. ആൻഡ് ഈ പടം നോക്കുക. ഇനി ഞാൻ ഈ പടം വെച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുക. സോ സെറിബെല്ലം ഇതാണ്. ദിസ് ഈസ് സെറിബെല്ലമാണ്. സെറിബെല്ലം എന്നൊന്ന് എഴുതിയേക്കാം. സെറിബെല്ലം ഈസ് ബിഹൈൻഡ്. ആരുടെയൊക്കെ പുറകിലാണ് നോക്കുക? മെഡുല്ലയുടെ പുറകിലാണ്, പോൺസിന്റെ പുറകിലാണ്. സോ മെഡുല്ലയുടെയും പോൺസിന്റെയും പിന്നിലാണ് സെറിബെല്ലം. ആൻഡ് തൊട്ടു പിന്നിൽ കാണുന്ന ഇത് നീല കളറിൽ കാണുന്നത് ഫോർത്ത് വെൻട്രിക്കിൾ ആണ്. പോൺസിനും മെഡുല്ലയുടെ പിറകിലാണ് ഫോർത്ത് വെൻട്രിക്കിൾ. അപ്പോൾ അതിന്റെയും പിറകിലാണ് സെറിബെല്ലം. ഇനി നമ്മൾ ഡ്യൂറാമാറ്റർ പറഞ്ഞപ്പോൾ, മെനിഞ്ചസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു സെറിബ്രത്തിനും സെറിബെല്ലത്തിനും ഇടയിൽ ടെൻഡോറിയം സെറിബെല്ലൈ, ഇവിടെ ഇങ്ങനെ ഡ്യൂറാമാറ്റർ ഇങ്ങനെ ഉള്ളിലേക്ക് കയറുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ അതാണ് ടെൻഡോറിയം സെറിബെല്ലൈ. അപ്പൊ ടെൻഡോറിയം സെറിബെല്ലയാണ് സെറിബ്രത്തെയും സെറിബെല്ലത്തെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ടെൻഡോറിയം സെറിബെല്ലൈ എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുക. ആൻഡ് സെറിബെല്ലത്തിന്റെ പിറകിലും അടിയിലുമായിട്ട് ക്രേനിയൽ ബോൺ ഉണ്ട്. സോ ഇതിന്റെ പുറത്ത് ക്രേനിയൽ ബോൺ ഉണ്ട്. ഏത് ഭാഗമാണ്? ഓസിപിറ്റൽ ബോൺ ആയിരിക്കും ഇതിന്റെ പുറകിൽ ഉണ്ടാവുക. അപ്പൊ ഇനി സെറിബെല്ലത്തിലും നമ്മൾ സെറിബ്രത്തിൽ പഠിച്ച പോലെ തന്നെയാണ്. ഗ്രേ മാറ്റർ ഈസ് ഔട്ട്സൈഡ്, പുറത്താണ്. വൈറ്റ് മാറ്റർ ഈസ് ഇൻസൈഡ്, അകത്താണ്. സോ ഗ്രേ മാറ്റർ ഇവിടെയും ഇതാണ് ഗ്രേ മാറ്റർ നമ്മളെ പറയുന്നത്. ഇതും ഇവിടെയും എന്താണ് അതിന്റെ പേര്? കോർട്ടെക്സ്. അവിടെ നമ്മൾ സെറിബ്രൽ കോർട്ടെക്സ് പഠിച്ചു, ഇവിടെ സെറിബെല്ലാർ കോർട്ടെക്സ് എന്ന് പറയണം. ആൻഡ് ഇവിടെയും ദിസ് ഗ്രേ മാറ്റർ ഈസ് ഹൈലി ഫോൾഡഡ് ആണ്. ഇവിടെ ഇങ്ങനെ ചുരുങ്ങി കൂടിക്കിടക്കുകയാണ്. അതിനകത്ത് ഇൻവാജിനേഷൻസ് സൾക്കയൊക്കെ ഉണ്ട്. സോ സൾക്കൈ ഗൈറയൊക്കെ ഇവിടെയും ഉണ്ട്. സോ ചുരുണ്ടുകൂടി കിടക്കുകയാണ് ദിസ് സെറിബെല്ലാർ കോർട്ടെക്സ്. സോ ഗൈറയും സൾക്കയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസമുള്ളത്, ഇത് ഇങ്ങനെ സ്ലെൻഡർ ആയിട്ട് നോക്കുക, ഇങ്ങനെ സ്ലെൻഡർ ആയിട്ട് പോവുകയാണ്. സ്ലെൻഡർ പാരലൽ ഗൈറകളായിട്ടാണ് പോവുക. സോ ഇതിനെ നമ്മൾ ഫോളിയ എന്നാണ് പറയുക. സോ ഈ ലുക്കിനെ നമ്മൾ ഫോളിയ എന്ന് വെച്ചാൽ ലീഫാണ്, ലീഫ് ലൈക്ക് അപ്പിയറൻസ്. സോ എക്സ്റ്റേണൽ സെറിബെല്ലാർ കോർട്ടെക്സ് ഈസ് ലൈക്ക് എ ഫോളിയ ലൈക്ക് അപ്പിയറൻസ്. ആൻഡ് വൈറ്റ് മാറ്റർ അകത്താണ്. സോ നമ്മളൊരു സെക്ഷൻ എടുത്ത് നോക്കിയാൽ ഇതൊരു സെക്ഷനാണ്. സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വൈറ്റ് മാറ്റർ ഒരു ബ്രാഞ്ച്ഡ് ട്രീ വരെ, ഈ മഞ്ഞ കളറിൽ കാണുന്ന ഒരു ബ്രാഞ്ച്ഡ് ട്രീ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് വൈറ്റ് മാറ്റർ. ആൻഡ് ഇതിനെ അപ്പോൾ ഈ വൈറ്റ് മാറ്ററിനെ നമ്മൾ വിളിക്കുക ആർബർ വിറ്റെ എന്നാണ്. ആർബർ, ARBOUR, ആർബർ VITAE, വിറ്റെ. ആർബർ വിറ്റെ എന്ന് വെച്ചാൽ ട്രീ ഓഫ് ലൈഫ് എന്നാണ്. ഇംഗ്ലീഷിലാക്കി കഴിഞ്ഞാൽ ട്രീ ഓഫ് ലൈഫ്. സോ ഈ വൈറ്റ് മാറ്ററിന്റെ ഇടയിലും ഇവിടെയും ചുറ്റിലും ആയിട്ട് കുറച്ച് ഗ്രേ മാറ്റർ ഇങ്ങനെ ഡിസ്പേഴ്സ്ഡ് ആയിട്ട് കാണാം. സോ വൈറ്റ് മാറ്ററിന്റെ ഇടയിൽ ഇവിടെ ഗ്രേ മാറ്റർ ന്യൂക്ലിയകളൊക്കെ ഉണ്ട്. ഇനി സെറിബ്രത്തിലെ പോലെ സെറിബെല്ലത്തിലും രണ്ട് സെറിബെല്ലാർ ഹെമിസ്ഫിയർ ഉണ്ട്. സോ ദിസ് ഈസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. സോ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സെറിബെല്ലാർ ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്. അപ്പൊ രണ്ട് സെറിബെല്ലാർ ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്. നടുവിൽ മീഡിയലി ഒരു ഭാഗമുണ്ട്. ആൻഡ് ദിസ് വൺ, ഇതിനെയാണ് നമ്മൾ വെർമിസ് എന്നാണ് പറയാ. വെർമിസ്, W അല്ല V ആണ്, വെർമിസ് എന്നാണ് പറയാം. സോ ടു സെറിബെല്ലാർ ഹെമിസ്ഫിയറിനെ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് വെർമിസ് എന്ന് പറയാം. ആൻഡ് വെർമിസിന്റെ ഇൻഫീരിയർ സർഫസ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് കേട്ടോ. സോ ഇത് തല തിരിച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത്, സോറി, തല തിരിഞ്ഞു പോയി. സോ ഇത് മെഡുല്ലയുടെ ഭാഗമാണ്. ഇൻഫീരിയർ സർഫസിൽ ഇവിടെ ഒരു നോച്ച് ഉണ്ട്, പേര് വാലിക്കുലൈ എന്നാണ്. ആൻഡ് ദിസ് സെപ്പറേറ്റ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോൺവെക്സ് ഹെമിസ്ഫിയേഴ്സ്. ഇതിനെയും ഇടതുവശവും വലതുവശവും സെപ്പറേറ്റ് ചെയ്യുന്ന അടിഭാഗത്താണ്. അടിഭാഗത്ത് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. അപ്പൊ ഈ സെറിബെല്ലത്തിലെ ലോബ്സിനെ പറ്റിയാണ് നമുക്ക് പറയേണ്ടത്. സോ നമ്മളിപ്പോൾ ഒരു സെറിബെല്ലാർ ഹെമിസ്ഫിയർ ഒരെണ്ണെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 ലോബ്സ് നമുക്ക് കാണാം. 3 ലോബ്സ്. ഈ ലോബ്സ് 3 അനാറ്റമിക്കലി സെപ്പറേറ്റ് ആണ്. ജോലി, ഫംഗ്ഷൻ എല്ലാം വ്യത്യസ്തമാണ്. സോ 3 വ്യത്യസ്തമായിട്ടുള്ള ലോബ്സുകളാണ്. ആൻഡ് മുകളിലുള്ളത്, ഈ കാണുന്നത്, മുകളിലെ ഈ ഭാഗത്ത് ഏറ്റവും സുപ്പീരിയർ ആയിട്ട് കാണുന്നത്, ഇതിനെയാണ് നമ്മൾ ആന്റീരിയർ ലോബ് എന്നാണ് വിളിക്കുക. ആൻഡ് അടുത്ത ലോബ്, ഇത് മിഡിൽ ലോബാണ്, അല്ലെങ്കിൽ നമുക്കവയെ പോസ്റ്റീരിയർ ലോബ് എന്നും വിളിക്കാം. ആൻഡ് ഇതിന് രണ്ടിനും ഇടയിൽ
ഇതാ ഒരു ഫിഷർ ഉണ്ട്, ഇതാ ഒരു സൽക്കായി ഇങ്ങനെ വലുതായിട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ട്, ഒരു ഫിഷർ കാണാം. ആൻഡ് ദിസ് ഫിഷറിനെ നമ്മൾ പ്രൈമറി ഫിഷർ എന്നാണ് വിളിക്കുക, പ്രൈമറി ഫിഷർ. സോ മിഡിൽ ലോബിനെ പോസ്റ്റീരിയർ ലോബിനെ ആന്റീരിയർ ലോബായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ പ്രൈമറി ലോബ്. ആൻഡ് ദിസ് മിഡിൽ ലോബാണ് ഏറ്റവും വലുത്. ബിഗ് ലോബ് എന്ന് പറയുന്നത് മിഡിൽ ലോബാണ്. ഇനി മൂന്നാമത്തെ ലോബ് ഈ കാണുന്നതാണ് മൂന്നാമത്തെ ലോബ്. ഇതാണ് ഏറ്റവും ചെറുത്, സ്മോളസ്റ്റ് വൺ. ഇതിന്റെ പേര് ഫ്ലോക്കുലോ നോഡുലാർ ലോബ് എന്നാണ്. സോ FM എന്നാണ് ഞാൻ എഴുതിയത്, ഫ്ലോക്കുലോ FN, ഫ്ലോക്കുലോ നോഡുലാർ ലോബ് എന്ന് പറയും. ആൻഡ് ഇത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് പോസ്റ്ററോ ലാറ്ററൽ ഫിഷർ ആണ്. സോ ദിസ് ഫിഷർ ഈസ് കോൾഡ് ആസ് പോസ്റ്ററോ ലാറ്ററൽ ഫിഷർ. സോ ഇതാണ് ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് താഴത്തേക്ക് ഇവിടെ പോകുന്നിരിക്കുകയാണ്. ഫ്ലോക്കുലോ നോഡുലാർ ലോബ് ആണ്. ആൻഡ് ഇത് മിഡിൽ ലോബ് ആൻഡ് ദിസ് വൺ ഇസ് ദ ആന്റീരിയർ ലോബ്. ഇതാണ് പ്രൈമറി ഫിഷർ. സോ 3 ലോബ് ഇൻ ബിറ്റ്വീൻ 2 ഫിഷർ. ആൻഡ് ഈ 3 ലോബിനും ഓരോരോ ഫംഗ്ഷൻസ് ആണ് ഉള്ളത്. ആൻഡ് ഇതിന് ഈ 3 ലോബിനും വേറെയും ചില പേരുകൾ കൂടിയുണ്ട് കേട്ടോ. പല ബുക്കുകളിലും ചിലപ്പോൾ അതൊക്കെ കാണാവുന്ന കേട്ടു വെച്ചേക്കാം. ആന്റീരിയർ ലോബിനെ നമ്മൾ പാലിയോ സെറിബ്രം എന്നാണ് വിളിച്ചത്. സോ ദിസ് ഇസ് പാലിയോ എന്ന് വെച്ചാൽ പഴയത് എന്നാണ്. പാലിയോ സെറിബെല്ലം, സെറിബ്രം അല്ല സെറിബെല്ലം എന്ന് വിളിക്കും. മിഡിൽ ലോബിനെ നമ്മൾ പുതിയത് എന്ന് വിളിക്കും. അപ്പോൾ പുതിയതിനെ നമ്മൾ നിയോ ആണ്, നിയോ സെറിബെല്ലം എന്ന് വിളിക്കും. ആൻഡ് ദിസ് ഫ്ലോക്കുലോ നോഡുലാർ ലോബിനെ നമ്മൾ വിളിക്കുക ആർക്കിയോ എന്നാണ്. ആർക്കിയോളജി അല്ലെ, ആർക്കിയോ സെറിബെല്ലം, പുരാതനമായിട്ടുള്ള സെറിബെല്ലം. സോ ഇതൊക്കെ എവല്യൂഷണറി സ്റ്റേജസിലാണ് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പേരുകൾ നമ്മൾ ഇട്ടിട്ടുള്ളത്. സെറിബെല്ലത്തിന്റെ ജോലി മസിൽ ടോൺ, പോസ്റ്റർ, ബാലൻസ്. സോ ഇതിനൊക്കെ ഉള്ളതാണെന്നാണ് നമ്മൾ പറഞ്ഞത് അതിന്റെ ഫംഗ്ഷൻ, പ്രധാന ഫംഗ്ഷൻ. സോ നമ്മുടെ ചെവിയിലെ വെസ്റ്റിബുലാർ പാർട്ടാണ് സെമി സർക്കുലർ കനാൽ. അതിനകത്തുള്ള സെമി സർക്കുലർ കനാൽ, അതിനകത്തുള്ള ഹെയർ സെൽസ്, റിസെപ്റ്റേഴ്സ് ഫോർ ബാലൻസ്. സോ ഇതാണ് നമ്മുടെ ഈക്വിലിബ്രിയം ബാലൻസ് ഒക്കെ നിയന്ത്രിക്കുന്നത്. സോ അവിടെ നിന്നപ്പോൾ ഇൻപുട്ട് സെറിബെല്ലത്തിലേക്ക് വരണം. സോ ഈ കണക്ഷൻ വെസ്റ്റിബുലാർ ഭാഗത്ത് നിന്ന് സെറിബെല്ലത്തിലേക്ക് വരുന്ന കണക്ഷൻസ് വരുന്നത് ഇവിടത്തേക്കാണ്, ആർക്കിയോ സെറിബെല്ലത്തിലേക്കാണ് കണക്ഷൻ വരിക. സോ ഫ്ലോക്കുലോ നോഡുലാർ ലോബിലേക്കാണ് കണക്ഷൻ വരിക. ലോക്കോമോഷൻ, സ്പേഷ്യൽ ഓറിയന്റേഷൻ, ഇക്വിലിബ്രിയം മെയിൻ്റനൻസ്. സോ ഇവിടെയൊക്കെ ഇതിന്റെയൊക്കെ ഫംഗ്ഷൻ ഇവിടെയാണ്, ഫ്ലോക്കുലോ നോഡുലാർ ലോബിനാണ്. ആൻഡ് കുറച്ച് വിഷ്വൽ ഇൻപുട്സ് കൂടി വരുന്നുണ്ട്, കണ്ണിൽ നിന്നുള്ള ഇൻപുട്സ് കൂടി വരും. സോ മൊത്തത്തിൽ ഇവയെ നമ്മൾ വിളിക്കുക, അപ്പോൾ വേറൊരു പേര് കൂടിയായി, അപ്പോൾ വെസ്റ്റിബുലോ സെറിബെല്ലം എന്ന് നമുക്ക് പറയാലോ. ദെൻ ദിസ് പാലിയോ സെറിബെല്ലം ഇതിന്റെ മിഡിൽ പാർട്ടിൽ ഇവിടേക്ക് ധാരാളം സ്പൈനൽ ട്രാക്റ്റുകൾ വരുന്നുണ്ട്, സ്പൈനൽ കണക്ഷൻ വരുന്നുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് ഇതിനെ സ്പൈനൽ സെറിബെല്ലം എന്നും നമുക്ക് വിളിക്കാം, സ്പൈനൽ സെറിബെല്ലം. അപ്പോൾ മിഡിൽ വരുന്നത് നിയോ സെറിബെല്ലത്തിൽ ഇൻപുട്സ് വരുന്നത് സെറിബ്രൽ കോർട്ടക്സിൽ നിന്നാണ് വരുന്നത്. അപ്പം നമുക്കതിനെ എന്ത് വിളിക്കാം, സെറിബ്രോ സെറിബെല്ലം എന്ന് പറയാലോ, സെറിബ്രോ സെറിബെല്ലം എന്ന് നമുക്ക് പറയാം. സോ പ്രത്യേകിച്ച് പാരേറ്റൽ ലോബിൽ നിന്നാണ് വരുന്നത്. സോ മോർഫോളജിക്കലി 3 ലോബുണ്ട്, 3ഉം വ്യത്യസ്തമാണ്, വ്യത്യസ്ത ഫംഗ്ഷനും ആണ് ഉള്ളത്. ഇനി ഫംഗ്ഷനിൽ ഈ സെറിബെല്ലത്തിന് 3 ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ അത് എവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ആന്റീരിയർ ലോബിനുണ്ട് ആൻഡ് ഓൾസോ പോസ്റ്റീരിയർ ലോബിനുണ്ട്. പക്ഷേ ഈ ഫ്ലോക്കുലോ നോഡുലാർ ലോബിന് ഇങ്ങനെ സെപ്പറേറ്റ് 3 ഫംഗ്ഷണൽ ഏരിയാസ് ഇല്ല. സോ നടുവിലുള്ളത് ദിസ് വെർമിസ് തന്നെയാണ്. ഇത് ആണ് മീഡിയൽ സോൺ. ഇന്റർമീഡിയറ്റ് സോൺ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളതാണ്. ആൻഡ് ദിസ് ഈസ് ലാറ്ററൽ സോൺ. ഇപ്പുറത്തും അതേപോലെ തന്നെ. ആൻഡ് ഈ മീഡിയൽ സോൺ വെർമിസിൽ ദിസ് വൺ എക്സ്റ്റൻസർ മസിൽസ് ആണ്. എക്സ്റ്റൻസർ ടൈപ്പ് ഓഫ് മസിൽസുമായിട്ടുള്ള കണക്ഷൻസ് ആണ്. ഹെഡ്, ട്രങ്ക്, നെക്ക്, ഷോൾഡർ, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള കണക്ഷൻസ് ആണ്. സോ എക്സ്റ്റൻസർ മസിൽസ് ആണെങ്കിൽ ദിസ് ഇന്റർമീഡിയറ്റ് സോൺ, ഈ സോണിലെ കണക്ഷൻ എന്ന് പറയുന്നത് ഫ്ലെക്സർ മസിൽസ്. സോ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള മസിൽസുമായിട്ടാണ്. ദിസ് ഈസ് കൺസേൺഡ് വിത്ത് ഫ്ലെക്സർ മസിൽ. ആൻഡ് ദിസ് ലാറ്ററൽ സോൺ, ഈ അറ്റത്തെ സോണിൽ ഇതിന് ബ്രെയിനിലെ അസോസിയേഷൻ ഏരിയാസ് ആയിട്ടുള്ള കണക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് പ്ലാനിങ്, പ്രോഗ്രാമിംഗ്, കോർഡിനേഷൻ ഓഫ് മസ്കുലാർ മൂവ്മെന്റ്സ് ആണ് ഇവയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അതും ഡിസ്റ്റന്റ് പാർട്സിലുള്ള, ദൂരെയുള്ള കൈകാൽ എന്നൊക്കെ പറയുന്ന ഭാഗത്തൊക്കെയുള്ള ഫംഗ്ഷൻ. സോ ഇനി വെർമിസിൽ നമ്മൾ ബ്രെയിൻ സെറിബ്രത്തിൽ പഠിച്ചതുപോലെ ഒരു ഹോമൻകുലസ് ഉണ്ട്. ഹോമൻകുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് മുകളിൽ ഹിപ്പാണ്. ഹിപ്പ് ഭാഗം ഇവിടെയാണ്. ദെൻ അബ്ഡോമിനൽ ഭാഗം ഇവിടെയാണ്. ദെൻ ടോ ഇവിടെയാണ്. ദെൻ തൊറാക്സ് ഇവിടെയാണ്. ദെൻ ഷോൾഡർ ഇവിടെയാണ്. നെക്ക് ഇവിടെയാണ്. ഹെഡ് ഇവിടെ. സോ ഇത് ആന്റീരിയർ ഭാഗമാണെങ്കിൽ ഇതേപോലെ തന്നെ പോസ്റ്റീരിയർ പുറകുവശത്തും അതേപോലെ ഭാഗമുണ്ട്. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുള്ളത് നേരെ തിരിച്ചാണ്. ഹിപ്പ് ഇവിടെയാണെങ്കിൽ ഹെഡ് ഇവിടെയാണ്, നേരെ തിരിച്ചാണ്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് ഇവിടെ ഇങ്ങോട്ടാണ്, തിരിച്ചാണ്. ഓർഡർ നേരെ തിരിച്ചാണ്. സോ ഇവിടെയും അപ്പോൾ ഒരു ഹോമൻകുലസ് ഉണ്ട്. ആന്റീരിയർ സൈഡിലും പോസ്റ്റീരിയർ സൈഡിലും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇനി കോർട്ടക്സ് അല്ലാതെ വൈറ്റ് മാറ്ററിന്റെ ഉള്ളിലും ചില സെറിബെല്ലാർ ന്യൂക്ലിയസ് ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഈ രണ്ട്
രണ്ട് ഹെമിസ്ഫിയറിലുണ്ട്. സോ രണ്ട് ഹെമിസ്ഫിയറിലും പെയേഴ്സ് ആയിട്ടാണ് ഓരോ ഇതിപ്പോ റൈറ്റും ലെഫ്റ്റ് വെക്കൽ ഇവിടെ വരണം, ഇവിടെ വരണം, ഇവിടെ വരണം, ഇവിടെ വരണം, ഇവിടെ വരണം, അങ്ങനെ പെയറാക്കി വെച്ചിരിക്കുന്നത്. ആൻഡ് 4 ന്യൂക്ലിയ ഉള്ളത്. പ്രധാനപ്പെട്ടത് ഒന്ന് ദിസ് ന്യൂക്ലിയസ് ഫെസ്റ്റീഗി ആണ് ഏറ്റവും മുകളിലുള്ളത്. ദെൻ ന്യൂക്ലിയസ് ഗ്ലോബോസ് ന്യൂക്ലിയസ് ഉണ്ട്. ദെൻ എംബോളിഫോം ന്യൂക്ലിയസ് ഉണ്ട്. ദെൻ ഓൾസോ ഡെൻഡേറ്റ് ന്യൂക്ലിയസ്. ഇങ്ങനെ 4 ന്യൂക്ലിയസ് ആണ്. അതിൽ ന്യൂക്ലിയസ് ഫെസ്റ്റീഗിയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വെസ്റ്റിബുലാർ കണക്ഷൻ ആണ്, ചെവിയിൽ നിന്നുള്ള കണക്ഷൻ ആണ്. ആൻഡ് ഇത് രണ്ടും സ്പൈനൽ കോഡിൽ നിന്നുള്ള സ്പൈനൽ ട്രാക്റ്റിൽ നിന്നുള്ള കണക്ഷൻസ് ആണ്. വൈൽ ദിസ് വൺ ഡെൻഡേറ്റ് എന്ന് പറയുന്നത് സെറിബ്രത്തിൽ നിന്നുള്ള കണക്ഷൻ. സോ സെറിബ്രൽ കണക്ഷൻസ് ആണ്. അതിനുള്ള ന്യൂക്ലിയസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി സെറിബെല്ലത്തിലേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള ഈ വൈറ്റ് മാറ്റർ, സോ ഇതാണ് വൈറ്റ് മാറ്റർ ട്രാക്സ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് പെഡങ്കിൾസ് എന്നാണ്. പെഡങ്കിൾ, അതാണ് പെഡങ്കിൾ. സോ സെറിബെല്ലത്തിൽ 3 പെഡങ്കിൾസ് ഉണ്ട്, 3 തരം പെഡങ്കിൾസ് ഉണ്ട്. മുകളിൽ നിന്ന് വരുന്നത് ഇത് ദിസ് വൺ, അതിനെ നമ്മൾ സുപ്പീരിയർ സെറിബെല്ലാർ പെഡങ്കിൾസ് എന്ന് വിളിക്കും. നടുവിലുള്ളത് മിഡിൽ സെറിബെല്ലാർ പെഡങ്കിൾസ് എന്ന് വിളിക്കും. താഴെയുള്ളത് ഇൻഫീരിയർ, ഏറ്റവും താഴെയുള്ളത് ഇൻഫീരിയർ. സോ സുപ്പീരിയർ ഉണ്ട്, മിഡിൽ ഉണ്ട്, ഇൻഫീരിയർ സെറിബെല്ലാർ പെഡ. ഇതിൽ മിഡിൽ, ഈ മിഡിൽ വരുന്നത് ഇതായത് ഈ മഞ്ഞ കളറിൽ വരച്ചിരിക്കുന്നത്, ഇത് വരുന്നത് സെറിബ്രത്തിൽ നിന്നാണ്. പോൺസിലെത്തിയിട്ട് പോൺസിൽ നിന്ന് സെറിബെല്ലത്തിലേക്ക് വരികയാണ്. സോ പോണ്ടോ സെറിബെല്ലാർ ട്രാക്സ് എന്നാണ് പറയാ. ആൻഡ് ഇതിനകത്ത് ഒരു പ്രത്യേകത ഉള്ളത്, ഇതിൽ ഓൺലി അഫറന്റ്, ഇങ്ങോട്ട് വരുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് പോകുന്നത് പുറത്തേക്ക് പോകുന്നുണ്ട്, ഇത് പുറത്തേക്ക് പോകുന്നുണ്ട്, ഇതും പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നടുവിൽ വരുന്നത് ഓൺലി അഫറന്റ്, പുറത്തേക്ക് പോകുന്നില്ല. ഇനി നമുക്ക് സെറിബെല്ലത്തിന്റെ ഹിസ്റ്റോളജി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവയിലുള്ള ഏതെല്ലാം തരം ന്യൂറോൺസ് ഉണ്ട് എന്നും കൂടി ഒന്ന് കാണാം. 3 ലെയർ ആയിട്ടാണ് സെറിബെല്ലം നമുക്ക് കാണാൻ പറ്റും. ഔട്ടർ മോസ്റ്റ് ലെയർ, ഇതാണ് ഔട്ടർ മോസ്റ്റ് ലെയർ. ഇത്രയും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. ഇതിനെ നമ്മൾ മോളിക്കുലാർ ലെയർ എന്നാണ് വിളിക്കുക. മോളിക്കുലാർ, നടുവിലുള്ളത് എത്രയുള്ള ഭാഗമാണ്, അതിനെ നമ്മൾ പെർകിഞ്ചി സെൽ ലെയർ, പെർകിഞ്ചി PUR ആണ്, പെർകിഞ്ചി സെൽ ലെയർ എന്നാണ് വിളിക്കുക. സോ അവയുടെ ന്യൂക്ലിയസ് മാത്രമാണ് ഈ ലെയറിലുള്ളത്. ആക്സോൺസും ഡെൻഡ്രൈറ്റ്സ് ഒക്കെ പുറത്തേക്കായിരിക്കും പോവുക. ആൻഡ് ഈ നടുവിൽ അടിയിലുള്ളത്, ഏറ്റവും അടിയിലുള്ളത് ഗ്രാനുലാർ ലെയർ, ഗ്രാനുലാർ. സോ അങ്ങനെ 3 ലെയർ, മോളിക്കുലാർ, പെർകിഞ്ചി ആൻഡ് ഗ്രാനുലാർ. ഇനി സെറിബെല്ലത്തേക്ക് വരുന്ന ഈ ന്യൂറോൺസ് 2 തരമാണ്. വൺ ഈസ് ക്ലൈംബിംഗ് ഫൈബേഴ്സ് ആണ്, രണ്ടാമത്തത് മോസി ഫൈബേഴ്സ്. സോ ക്ലൈംബിംഗ് ഫൈബേഴ്സ് ഉണ്ട്, മോസി ഫൈബേഴ്സ് ഉണ്ട്. ഇത് രണ്ടും മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം അവിടെ എത്തുമ്പോൾ ഒരു ബ്രാഞ്ച് ഇവിടെ, അത് നമ്മൾ ഇന്റർ സെറിബെല്ലാർ ന്യൂക്ലിയസ്, ഒരു ന്യൂക്ലിയസിൽ വന്ന് ചേരുകയാണ് ഇത് രണ്ടും. എന്നിട്ടാണ് അത് മുകളിലേക്ക് ഒരു കണക്ഷനാണ് ഇവിടെ കൊടുക്കുക, എന്നിട്ട് അത് മുകളിലേക്ക് പോവുകയാണ്. സോ വരുന്ന ന്യൂറോൺസ് നേരെ ഇവിടെ മുകളിലായിട്ട് കണക്ട് ചെയ്യണം. മുകളിൽ 5 തരം 5 ടൈപ്സ് ഓഫ് സെൽസ് ആണ്. സെൽസ് മീൻസ് ഇവിടെ ന്യൂറോൺസിനെ പറ്റിയാണ് നമ്മൾ പറയുക, വേറെ സെല്ലൊന്നുമില്ല, ന്യൂറോൺസിനെ പറ്റിയാണ്. 5 തരം ന്യൂറോൺസ് ഉണ്ട് സെറിബെല്ലത്തിൽ. ഒന്ന് ദിസ് പിങ്ക് കളറിൽ കാണുന്ന ഇത് ആൻഡ് ദിസ്, ഇതിനെ നമ്മൾ പെർകിഞ്ചി സെൽസ് എന്നാണ് പറയുക. സോ പിങ്ക് കളറിൽ ഞാൻ വരച്ചിരിക്കുന്നത് പെർകിഞ്ചി സെൽസ് ആണ്. ആൻഡ് വരുന്ന ക്ലൈംബിംഗ് ഫൈബർ നേരെ ക്ലൈംബിംഗ് ഫൈബർ വന്നിട്ട് പെർകിഞ്ചിയിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ആൻഡ് പെർകിഞ്ചിയുടെ ഡെൻഡ്രൈറ്റ് എല്ലാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് എവിടെയാണ് ഇരിക്കുന്നത്, മോളിക്കുലാർ സെൽ ലെയറിലാണ് അതൊക്കെ അതിന്റെ ഡെൻഡ്രൈറ്റ്. രണ്ടാമത്തത് ഈ മോസി ഫൈബർ പക്ഷെ നേരെ വന്ന് കണക്ട് ചെയ്യുന്നത് അവിടേക്കല്ല, അത് കണക്ട് ചെയ്യുന്നത് ഗ്രാന്യൂൾ സെല്ലിലേക്കാണ്. ഗ്രാന്യൂൾ സെൽ, ഇതാണ് ഗ്രാന്യൂൾ. അതിനുശേഷം ഈ ഗ്രാന്യൂൾ സെല്ല് വന്ന് കണക്ട് ചെയ്യുന്നതാണ് പെർകിഞ്ചിയുടെ ഡെൻഡ്രൈറ്റ്സിലേക്ക് വന്ന് കണക്ട്. ഇനി മൂന്നാമത്തെ സെൽ ഗോൾജി സെല്ലാണ്, അത് ഞാൻ പിങ്കിലാണ് വരച്ചിരിക്കുന്നത്. ഇത് പെർകിഞ്ചിയെയും ഗ്രാന്യൂൾ സെല്ലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സെല്ലാണ്. സോ ദിസ് ഇസ് ഗോൾജി സെല്ലാണ്. ആൻഡ് മോളിക്കുലാർ സെല്ലാറിൽ വേറെയും 2 തരം സെൽസ് ഉണ്ട്. വൺ ഈസ് കോൾഡ് ആസ് ബാസ്കറ്റ് സെല്ലോ, ഇതൊരു ബാസ്കറ്റ് സെല്ലാണ്. വേറൊരെണ്ണം സ്റ്റെല്ലൈറ്റ് സെല്ലാണ്. സോ സ്റ്റെല്ലൈറ്റ് സെൽ, ബാസ്കറ്റ് സെൽ. സോ പെർകിഞ്ചി സെല്ലുണ്ട്, ഗ്രാനുലാർ സെല്ലുണ്ട്, ദെൻ ഗോൾജി സെല്ലുണ്ട്, ബാസ്കറ്റ് സെല്ലുണ്ട്, സാറ്റലൈറ്റ് സെൽ. ആൻഡ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഈ ഗ്രാനുലാർ സെല്ല് മാത്രമാണ് എക്സൈറ്റേറ്ററി, ഓൺലി എക്സൈറ്റേറ്ററി ന്യൂറോൺസ് ഇത് മാത്രമാണ്. ബാക്കി എല്ലാം എന്തായിരിക്കും അപ്പോൾ എക്സൈറ്റേറ്ററി അല്ലെങ്കിൽ ഇൻഹിബിറ്ററി ടൈപ്പ് ഓഫ് സെൽസ് ആയിരിക്കും എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചു. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് സെറിബെല്ലം നമ്മൾ പറയാണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെറിബെല്ലത്തിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ്. കൺട്രോൾ ഈസ് ഇപ്സിലാറ്ററൽ ആണ്. ഇപ്സിലാറ്ററൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇപ്സിലാറ്ററൽ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ സെയിം സൈഡിലെ മസിൽസ് തന്നെയാണ് സെറിബെല്ലത്തിന്റെ സെയിം സൈഡ്. ഇപ്പോൾ സെറിബെല്ലം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇത് ഇടതുവശം വലതുവശമാണെങ്കിൽ ഈ വശം തന്നെയാണ് ഇവിടുത്തെ മസിലിനെ കൺട്രോൾ ചെയ്യുക, അതിനാണ് നമ്മൾ ഇപ്സിലാറ്ററൽ. പക്ഷേ സെറിബ്രം എങ്ങനെയായിരുന്നു? സെറിബ്രം കോൺട്രാലാറ്ററൽ ആയിരുന്നു മിക്കവാറും. അപ്പോൾ ഇതാണ് ഒരു വ്യത്യാസം. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ മസിൽസിന്റെയും അതിന്റെ ഫുൾ ഇൻഫർമേഷൻ, ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ എവിടെയാണ്, അങ്ങനെയൊക്കെയുള്ള മൊത്തം കാര്യങ്ങൾ സെറിബെല്ലത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇങ്ങനെ ഒരു വിവരങ്ങൾ കിട്ടുന്നുണ്ട്. രണ്ടാമത്തത് സെറിബ്രൽ കോർട്ടക്സിൽ നിന്ന് വേറെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മുടെ ശരീരം ഇനി ഉദ്ദേശിക്കുന്ന മൂവ്മെന്റ്സ് എന്തെല്ലാമാണെന്നുള്ള മൂവ്മെന്റ് കിട്ടുന്നുണ്ട്. സോ ഇന്റൻഡഡ് ബോഡി മൂവ്മെന്റ് ഇൻഫർമേഷനും കിട്ടുന്നുണ്ട് സെറിബെല്ലം. അപ്പോൾ ഇപ്പോൾ ഉള്ള പൊസിഷനും അറിയാം, ഉദ്ദേശിക്കുന്ന മൂവ്മെന്റ്
മൂവ്മെന്റ് പൊസിഷനും അറിയാം. സോ സെറിബെല്ലം ആക്ട്സ് ആസ് എ കമ്പറേറ്റർ. കമ്പറേറ്റർ CO ആണ്, കമ്പറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. രണ്ടും സെറിബെല്ലത്തിന് അറിയാം. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു വോളണ്ടറി മൂവ്മെന്റ് സിങ്ക്രോണൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ സെറിബെല്ലം ക്യാൻ സിങ്ക്രോണൈസ് അവർ മൂവ്മെന്റ്. സോ അവർ മൂവ്മെന്റ്സ് വോളണ്ടറി മൂവ്മെന്റ്സ് വിൽ ബി സ്മൂത്ത് ആയിരിക്കും, ബാലൻസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും, ആക്യുറേറ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും. സോ ഓൾ ദീസ് വോളണ്ടറി മൂവ്മെന്റ്സ് വിൽ ബി സ്മൂത്ത്, ബാലൻസ്, ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ ബാലൻസും ഇക്വിലിബ്രിയം ഒക്കെ സെറിബെല്ലം മെയിൻറ്റെയിൻ ചെയ്യും. ഇനി സെറിബെല്ലത്തിന് നമ്മുടെ ഐബോൾ മൂവ്മെന്റ്സും കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരം അനങ്ങുന്ന അനുസരിച്ച് നമ്മുടെ കണ്ണും അങ്ങോട്ടേക്കൊക്കെ മൂവ് ചെയ്യുമല്ലോ, അങ്ങനെയുള്ള മൂവ്മെന്റും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ലേണിംഗ് കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സ്പെഷ്യൽ മോട്ടോർ സ്കിൽസ്, കോഗ്നിറ്റീവ്സോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫംഗ്ഷൻ കൂടി സെറിബെല്ലത്തിന് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സെറിബെല്ലം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.